ലിമയിലെ മിറാഫ്ലോറസ് ഏരിയയിലുള്ള അന്റോണിയോ റെയ്മണ്ടി പാർക്കിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. പെറുവിയൻ തലസ്ഥാനമായ ലിമയിലെ സമ്പന്നരുടെ ഒരു പ്രദേശമാണ് മിറാഫ്ലോറസ്. മനോഹരമായ ഉദ്യാനങ്ങളും ഗംഭീരമായ റിക്രിയേഷൻ ഏരിയകളുമെല്ലാമുണ്ട് മിറാഫ്ലോറസിന്റെ ഈ ഭാഗങ്ങളിൽ. പസഫിക് സമുദ്രതീരത്തെ ഒരു ക്ലിഫിലാണ് ഉദ്യാനഭാഗങ്ങളും അപ്പാർട്ട്മെന്റുകളും. പസഫിക്കിന് മേലെ മൂടൽമഞ്ഞ് പടർന്നിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചാപാകൃതിയിൽ തീരഭാഗം കാണാം. ക്ലിഫിന്റെ താഴ്വാരത്ത് ക്ലബ്ബുകളും ബാറുകളും റെസ്റ്റോറന്റുകളുമുള്ള ഒരു ഭാഗം. അതിനിരുവശത്തുകൂടിയും കാറുകൾ ഒഴുകുന്ന ബീച്ച് സർക്യൂട്ട് എന്നറിയപ്പെടുന്ന തീരപാത. ചിലയിടത്ത് ബീച്ച് സർക്യൂട്ട് ഇങ്ങനെ 2 നിരയായാണ്. തീരത്തെ 2 ലെവലുകളിലായി അത് നീണ്ടുപോകുന്നു. ഇവിടെ നിൽക്കുമ്പോഴുള്ള ഒരു കാഴ്ച ഇതാണ്. ക്ലിഫിൽ നിന്ന് പുറപ്പെടുകയും ഒന്ന് പറന്ന് അവിടെ തന്നെ ചെന്നിറങ്ങുകയും ചെയ്യുന്ന പാരാഗ്ലൈഡർമാർ. ഈ പ്രദേശത്തെ ഒരു പ്രധാന സാഹസിക വിനോദമാണിത്. പാരാപോർട്ട് എന്നാണ് അവിടം അറിയപ്പെടുന്നതും. ടാൻഡം ഫ്ലൈയിങ് ആണിത്. പറക്കുന്നയാളോടൊപ്പം ഒരു ഗൈഡ് കൂടിയുണ്ടാവും. ഇങ്ങനെ കാണുമ്പോൾ കെട്ടിടങ്ങളുടെയോ മരങ്ങളുടെയോ ഇടയിൽ അലക്ഷ്യമായാണ് അത് ചെന്നിറങ്ങുന്നതെന്ന് തോന്നും. കൃത്യതയോടെ നിശ്ചിത സ്ഥലത്ത് സുരക്ഷിതമായി തന്നെയാണ് ലാൻഡ് ചെയ്യുന്നത്. അന്റോണിയോ റെയ്മണ്ടി ഉദ്യാനത്തിലൂടെ ഞാൻ കുറച്ചു നേരം നടന്നു. ഇത്തരത്തിലുള്ള പല ഉദ്യാനങ്ങളുണ്ട് ഈ ക്ലിഫിന് മുകളിൽ. ആളുകൾക്ക് വ്യായാമത്തിനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. മുന്നിൽ ഒരു വിളക്കുമാടം കാണാം. മിറാഫ്ലോറസ് ലൈറ്റ് ഹൗസ്. പെറുവിലെ ഏറ്റവും പ്രശസ്തമായ ലൈറ്റ് ഹൗസ് ഇതാണ്. ഉരുക്കുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. 22 മീറ്ററാണ് ഉയരം. പെറുവിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതും ക്യാമറയിൽ പകർത്തുന്നതുമായ ലൈറ്റ് ഹൗസാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. 1973 ഇത് ഇവിടെ സ്ഥാപിതമായത്. 1900 നിർമ്മിച്ച ഒരു ലൈറ്റ് ഹൗസ് മുൻപ് ഇവിടെ ക്ലിഫിന്റെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നു. അതിന് പകരമായാണ് 73 ഇവിടെ കൂടുതൽ ഫലപ്രദമായ ഒരു ലൈറ്റ് ഹൗസ് പണിതത്. ഉദ്യാനവും പരിസരവുമെല്ലാം ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആൻഡീസ് പർവ്വതമേഖലകളിൽ കണ്ട ദാരിദ്ര്യത്തിന്റെ കാഴ്ചകളൊന്നുമല്ല ഇവിടെയുള്ളത്. അതിസമ്പന്നതയുടെ ഒരു പ്രദേശം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലോ സാൻ ഫ്രാൻസിസ്കോയിലോ കണ്ടതരം സുന്ദരവും സമ്പന്നവുമായ പ്രദേശമാണിത്. ലാറ്റിൻ അമേരിക്കയുടെ ഭാഗമാണിവിടമെന്ന് തോന്നുകയേയില്ല. ഡ്രൈവർ ഓസ്വാൾഡോ എന്നെ കാണാത്തതിനാൽ തിരഞ്ഞു വന്നു. അയാളോടൊപ്പം പാർക്കിങ്ങിലേക്ക്. കാറിൽ കയറി യാത്ര തുടരുകയാണ്. പാതയിൽ ഡിവൈഡറുകളിലെ പുൽത്തകിടി നനയ്ക്കാൻ പോലും ഇവിടെ കൃത്യമായ സംവിധാനങ്ങളുണ്ട്. പെറു എന്ന സമ്പന്നമല്ലാത്ത ഒരു രാജ്യത്തു പോലും ഇത്തരം കാര്യങ്ങളിൽ പുലർത്തുന്ന ശുഷ്കാന്തി നമ്മുടെ നഗരപരിപാലകരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ലിമയിലെ തികച്ചും വ്യത്യസ്തമായൊരു പ്രദേശം തന്നെയാണ് മിറാഫ്ലോറസ്. ഡൗൺ ടൗണുമായി ഒരുവിധ സാമ്യവുമില്ലാത്ത സമ്പന്നതയുടെയും ആഠ്യത്വത്തിന്റെയും ഒരു പ്രദേശം. ഇനി ഞാൻ പോകുന്നത് വക്ക പൊക്ലാന എന്ന ഒരു പുരാതന അവശിഷ്ടം കാണാനാണ്. പ്രീ ഇൻകൻ പിരമിഡ് എന്ന വിശേഷണമുള്ള ഒരു നിർമ്മിതിയാണിത്. അക്കാണുന്നതാണ് വക്ക പൊക്ലാനയിലേക്കുള്ള പ്രവേശന കവാടം. വേലിക്കെട്ടിനപ്പുറം കളിമൺ കട്ടകൾ കൊണ്ട് നിർമ്മിച്ച അതിബൃഹത്തായ ഒരു പിരമിഡ്. ക്ലേ പിരമിഡ് എന്ന ഒരു വിശേഷണവുമുണ്ട് വക്ക പൊക്ലാനയ്ക്ക്. മറ്റു സന്ദർശകർക്ക് പിറകെ ഞാനും ഒരു ടിക്കറ്റ് എടുത്തു. ഒരു ഒഫീഷ്യൽ ഗൈഡിനോടൊപ്പമല്ലാതെയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഗൈഡ് വന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക. ഇനി അരമണിക്കൂർ ഇവിടെ കാത്തിരിക്കണം. വേറെയും കുറെ സന്ദർശകരുണ്ട്. അവരോടൊപ്പം കാത്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് അറിയുന്നവർക്കായുള്ള ടൂറാണ് അടുത്തത്. അതിനുവേണ്ടി ഞാനും കാത്തിരുന്നു. കുറച്ചാളുകൾ മൺപിരമിഡിനെ പശ്ചാത്തലമാക്കി നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതാണ് വക്ക പൊക്ലാനയുടെ കാഴ്ച. പെറു ഇൻകാകളുടെ സാമ്രാജ്യമാകുന്നതിനു മുൻപ് ഇവിടെ വസിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഭരണത്തിന്റെയും മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഇവിടം.
AD 200-നും 700-നും മധ്യേ പെറുവിന്റെ തീരമേഖലകളിൽ വാസമുറപ്പിച്ചിരുന്ന ജനവിഭാഗമാണത്. ഇൻകാകളെപ്പോലെ കല്ലുകൾ വെട്ടിയെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വൈദഗ്ധ്യമുള്ളവരായിരുന്നില്ല അവർ. എന്നാൽ മൺകട്ടകളുണ്ടാക്കി പ്രത്യേക രീതിയിൽ ഉണക്കിയെടുക്കുന്നതിലും അതുകൊണ്ട് വിവിധ നിർമ്മിതികൾ ഉണ്ടാക്കുന്നതിലും അഗ്രഗണ്യരുമായിരുന്നു. 1400 വർഷങ്ങളുടെ മഴയും മഞ്ഞും ഏറ്റിട്ടും കാര്യമായ നാശം നേരിടാത്ത നിർമ്മിതിയാണിത്. കട്ടകൾ അടുക്കി പിരമിഡ് നിർമ്മിക്കാൻ അന്നത്തെ ജനത പ്രയോഗിച്ച വിദ്യകൾ ഇതിൽ കണ്ടറിയാം. നൂറ്റാണ്ടുകളോളം മണ്ണിനടിയിലായിരുന്നു ഈ പിരമിഡ്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ബൃഹത് നിർമ്മിതിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നെങ്കിലും ഇതിനുമേൽ മൂടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്ത് ഈ വിധം പുറത്തെടുത്തത് 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. വെറുതെ അടുക്കി വെച്ചിരിക്കുകയല്ല കട്ടകൾ. മൺചാന്തുകൊണ്ട് അവ പരസ്പരം യോജിപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മുൻപ് പിരമിഡ് കാണാൻ കയറിയ സംഘം മുകളിലൂടെ നടന്നു പോകുന്നത് കാണാം. അവരുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ പിരമിഡിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കാം. പ്രധാന ഭാഗത്തേക്ക് പോകും മുൻപ് ഗൈഡിനെ കൂടാതെ നടക്കാവുന്ന ഇടങ്ങളിലൂടെ ഞാൻ ചുറ്റി നടന്നു. 1/2 കിലോമീറ്റർ നീളമുള്ള നിർമ്മിതിയാണ് വക്ക പുക്ലാന. ഒരു ഗൈഡ് എത്തി. ഇംഗ്ലീഷ് ടൂറിനുള്ളവരെ അവർ വിളിച്ചുകൂട്ടി. ആദ്യമായി വക്ക പുക്ലാനയെക്കുറിച്ച് സാമാന്യമായ ഒരു വിവരണം നൽകുകയാണ്. ഈ താഴെയുള്ള ഭാഗം പണ്ടിവിടെയുണ്ടായിരുന്ന ജനതയുടെ താമസ സ്ഥലമായിരുന്നു. വക്ക പുക്ലാനയുടെ കുറെ ഭാഗങ്ങൾ ആധുനിക കെട്ടിടങ്ങൾ അപഹരിച്ചു കഴിഞ്ഞു. അങ്ങേയറ്റത്ത് കെട്ടിടങ്ങളുള്ള ഇടമെല്ലാം പണ്ട് ഇതിന്റെ ഭാഗമായിരുന്നു. ഗൈഡിന് പിന്നാലെ ഞങ്ങൾ കുറച്ചുപേർ വക്ക പുക്ലാനയുടെ പ്രധാന കാഴ്ചകളിലേക്ക് നടത്തം തുടങ്ങി. ആചാരപരമായ ആരാധനയ്ക്ക് ഇവിടെയുണ്ടായിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന പാത്രത്തിന്റെ മാതൃകയാണ്. ചരിത്രത്തിൽ ലിമ കൾച്ചർ എന്നറിയപ്പെടുന്ന നാഗരികതയുടെ കാലത്ത് രൂപപ്പെട്ട ഒരു പ്രമുഖ ജനവാസ പ്രദേശമായിരുന്നു വക്ക പുക്ലാന. വക്ക പുക്ലാനയിൽ ജീവിച്ചിരുന്ന ഗോത്രമേതെന്നോ സജീവമായിരുന്ന നാളുകളിൽ ഇവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നെന്നോ കണ്ടെത്താൻ ഇതേവരെ ഗവേഷകർക്കായിട്ടില്ല. ഇൻകാ സാമ്രാജ്യത്തിന്റെ ഉദയത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് വക്ക പുക്ലാന ഒരു സംസ്കാര കേന്ദ്രമായി നിലനിന്നത്. AD 700 ആയപ്പോഴേക്കും ഈ നഗരവും ഇവിടുത്തെ ജനതയും ഇല്ലാതായെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം വാരി സംസ്കാരകാലത്ത് കുറച്ചുകാലം ഇവിടെ ജനവാസമുണ്ടായിരുന്നു. ഇൻകാകളുടെ ഉദയത്തിന് 1 നൂറ്റാണ്ട് മുൻപ് തന്നെ വാരി ജനതയും ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണുണ്ടായത്. റെസിഡൻഷ്യൽ ഏരിയയിൽ ചിലയിടത്ത് ഇങ്ങനെയുള്ള പഴയ റിച്വൽ വെസൽസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വക്ക പുക്ലാനയിൽ മൺകട്ടയുണ്ടാക്കിയിരുന്ന രീതി വ്യക്തമാക്കുന്ന ചില ശില്പങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ വസിച്ചിരുന്ന ആളുകളുടെ ശാരീരിക ഘടന വ്യക്തമാക്കുന്ന ഒരു ശില്പം. ഉയരം കുറഞ്ഞ ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവർക്ക് ശേഷം വന്ന ഇൻകാ ജനതയും ഉയരക്കുറവുള്ളവർ തന്നെയായിരുന്നു. മൺകട്ടകൾ ഉണ്ടാക്കുന്നതിൽ ഇവർക്കുണ്ടായിരുന്ന അമിത താൽപര്യമാണ് ഈ ഒരു ചരിത്രസ്ഥലം ഇന്നും നിലനിൽക്കാൻ കാരണം. കെട്ടിടങ്ങളും പാത്രങ്ങളും ശവകുടീരങ്ങളും ജലസേചന കനാലുകളുമെല്ലാം കളിമണ്ണ് കൊണ്ടാണ് ഇവർ നിർമ്മിച്ചത്. മിറാഫ്ലോറസിലെ ഈ പ്രദേശത്തു നിന്ന് തന്നെ എടുത്ത മണ്ണുകൊണ്ടാണ് ഈ കട്ടകൾ അത്രയും നിർമ്മിച്ചിരിക്കുന്നത്. കട്ടകൾ അടുക്കിയിരിക്കുന്ന രീതിയാണ് ശ്രദ്ധേയം. ഷെൽഫിൽ പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നത് പോലെ കുത്തനെ നാട്ടി നിർത്തിയിരിക്കുകയാണത്. ഇക്കാണുന്നതൊന്നും കെട്ടിടങ്ങളല്ല എന്നതാണ് കൗതുകകരമായ കാര്യം. എന്തിനു വേണ്ടിയാണ് അന്നത്തെ മനുഷ്യർ ഇങ്ങനെ മൺകട്ടകൾ അടുക്കി പല പല ബ്ലോക്കുകൾ നിർമ്മിച്ചു വെച്ചതെന്ന് ഇന്നും അജ്ഞാതം. കൃഷിയും മത്സ്യബന്ധനവും വേട്ടയുമെല്ലാമായിരുന്നു 1400 വർഷം മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ ഉപജീവന മാർഗങ്ങൾ. കട്ടകൾ അടുക്കിയിരിക്കുന്ന രീതിയെക്കുറിച്ചും മറ്റുമാണ് ഗൈഡ് പറഞ്ഞു തരുന്നത്. ഭൂകമ്പത്തിൽ നിർമ്മിതികൾ തകർന്നടിയാതിരിക്കാനാണ് കട്ടകൾ കുത്തനെ നിർത്തിയിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. കൃഷിയിടത്തിൽ ആളുകൾ ഒരുമിച്ച് ജോലികളിൽ ഏർപ്പെടുന്നതും ജലസേചനത്തിനായി കനാലുകളുടെ ശൃംഖലകൾ നിർമ്മിക്കുന്നതും പതിവായിരുന്നു. കുറച്ചുനേരം കാര്യങ്ങൾ പറഞ്ഞു തന്ന ശേഷം ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ സമയം അനുവദിച്ചു നിൽക്കുകയാണ് ഗൈഡ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. അവരെ കൂടി ക്യാമറയിലാക്കി ഞാൻ ചുറ്റി നടക്കുന്നു. പല നാടുകളിൽ നിന്നുള്ള ആളുകൾ.
ഞങ്ങൾ അവിടെ നിന്നും ഗ്രാൻഡ് പിരമിഡിന് മുകളിലെത്താനുള്ള നടത്തം ആരംഭിച്ചു. പിരമിഡിന് മുകളിലാണ് സെറിമോണിയൽ ഏരിയ. ഇവിടെ ഇപ്പോഴും ഉത്ഖനനങ്ങൾ നടക്കുന്നുണ്ട്. വക്കാപുക്ലാനയുടെ പുതിയ ഭാഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് റാമ്പുകൾ പണിതുവച്ചിട്ടുണ്ട്. അതിലൂടെ പിരമിഡിന്റെ മുകളിലേക്കെത്താം. കരകൗശല വസ്തുക്കൾ, മൃഗരോമം കൊണ്ടുള്ള വസ്ത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ, കട്ടകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ വിദഗ്ധരായിരുന്നു ഇവിടെ ജീവിച്ച ജനവിഭാഗം. പ്രകൃതി ശക്തികളെ പ്രതിനിധീകരിക്കുന്ന ചില ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത്. ആചാരങ്ങളുടെയും ആരാധനയുടെയും ഭാഗമായി മൃഗബലിയും നരബലിയും ഇവിടെ നടന്നിരുന്നു. പെൺകുട്ടികളെയാണ് പ്രധാനമായും ബലിയർപ്പിച്ചിരുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഇങ്ങനെ ചില ഭാഗങ്ങളുണ്ട്. മതപരമായ ചടങ്ങുകൾ നടന്നിരുന്ന ഇടങ്ങളാണത്. ബാലികമാരെ ബലി നൽകിയിരുന്ന ഇടങ്ങളും അവിടെയുണ്ട്. ഫസ്റ്റ് ലിമാനോസ് എന്നാണ് ഇവിടെ വസിച്ചിരുന്ന ജനതയ്ക്ക് ഗവേഷകർ നൽകിയിരിക്കുന്ന വിശേഷണം. തുടർന്നു വരുന്ന ഉത്ഖനന ഗവേഷണങ്ങളിൽ നിന്നും ഇവിടെയുണ്ടായിരുന്ന ജനസമൂഹത്തിന്റെ സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്ന കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നു തന്നെയാണ് ഗവേഷകരുടെ പ്രതീക്ഷ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇവിടെ ഇങ്ങനെയൊരു വലിയ മൈതാനമുണ്ട്. പ്ലാസ ഓഫ് ദി ആൻസിസ്റ്റേഴ്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. പൂർവികരുടെ ഓർമ്മയ്ക്കായി പണ്ടിവിടെ ഓരോ കുറ്റികൾ നാട്ടിവെച്ചിരുന്നു. വിശാലമായ ഒരു കട്ടക്കളം പോലെയുള്ള പ്രദേശത്തുകൂടി ഞങ്ങൾ നടത്തം തുടർന്നു. അതിവിപുലമായ ഒരു പ്രദേശമാണിത്. പിരമിഡിന്റെ മുകൾ ഭാഗത്തായി ആരാധനാ സ്ഥലങ്ങൾ, താഴെ ചുറ്റുമായി ജനവാസ പ്രദേശങ്ങൾ, അതിനു ചുറ്റും കൃഷിയിടങ്ങൾ എന്നിങ്ങനെയായിരുന്നു പഴയ വക്കാപുക്ലാനയുടെ രൂപം. കൃഷിക്കും മീൻപിടുത്തത്തിനും വേണ്ടി പ്രത്യേക സങ്കേതങ്ങളും ആയുധങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. കൗതുകകരമാണ് വക്കാപുക്ലാനയെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. നല്ലൊരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു ഇവിടെ. സമൂഹത്തിലെ ആളുകൾ ഒരുമിച്ച് കൃഷി ചെയ്യുകയും ധാന്യങ്ങൾ നഗരത്തിന്റെ പൊതുവായ സംഭരണശാലകളിൽ സൂക്ഷിക്കുകയും ചെയ്തു. പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പൊതു മീറ്റിംഗുകൾ നടന്നിരുന്നു. പൊതുയോഗങ്ങൾ നടത്താനുള്ള പ്രത്യേക സ്ഥലങ്ങളും നഗരത്തിന്റെ പ്രധാന ഭാഗത്തുണ്ടായിരുന്നു. ഈ നഗരത്തിൽ അടിമകൾ ഉണ്ടായിരുന്നെന്ന് ചില ഗവേഷകർ അനുമാനിക്കുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ലിമ സംസ്കാരത്തിന്റെ നാശത്തിന് കാരണമായ വാരി സംസ്കാരകാലത്തെ ടൂമ്പുകളാണിത്. ഇതാണ് ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന രീതി. മൃതദേഹം മൺഭരണിയിലടച്ച് തുണികളും മറ്റും ഉപയോഗിച്ച് അത് പൊതിഞ്ഞ് വരിഞ്ഞു കെട്ടിയാണ് കട്ടകൾ കൊണ്ടുണ്ടാക്കിയ ടൂമ്പിൽ അടക്കം ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് ലഭിച്ച മമ്മികളുടെ മാതൃകയാണ് ഇത്. 2010 ഒക്ടോബറിൽ നടന്ന ഉത്ഖനനത്തിലാണ് ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന 4 മമ്മികൾ ഇവിടെ നിന്നും ലഭിച്ചത്. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെയും 3 പെൺകുട്ടികളുടെയും മമ്മികളായിരുന്നു അത്. സ്ത്രീയുടെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ അവരുടെ മരണാനന്തര ജീവിതത്തിൽ കൂടെയുണ്ടാവാൻ 3 പെൺകുട്ടികളെ ബലി നൽകി കൂടെ സംസ്കരിക്കുകയായിരുന്നു എന്നാണ് ഗവേഷക നിഗമനം. 1400 വർഷം മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ എത്ര കഠിനാധ്വാനം ചെയ്തായിരിക്കും ഈ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുക എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ഉത്ഖനന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഇപ്പോഴും ഇവിടെ കാണാം. 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടേക്ക് ചരിത്രാന്വേഷകർ എത്തിത്തുടങ്ങിയിരുന്നെങ്കിലും പ്രൊഫഷണൽ രീതിയിലുള്ള ഖനനവും അന്വേഷണങ്ങളും 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മാത്രമാണ് ആരംഭിച്ചത്. 1981 മുതൽ പെറൂവിയൻ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഇവിടെ ചരിത്രാന്വേഷണം നടന്നുവരികയാണ്. 1991 മിറാഫ്ലോറസ് മുനിസിപ്പാലിറ്റി വക്കാപുക്ലാനയെ ഒരു ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ പാർക്കായി പ്രഖ്യാപിച്ചത്. പെറൂവിയൻ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഇതിന്റെ സംരക്ഷണ ചുമതല. ഉത്ഖനനത്തിനിടെ ഇവിടെ നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ തൊട്ടടുത്തുള്ള ഒരു മ്യൂസിയത്തിലേക്ക് മാറ്റുന്നുണ്ട്.
ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ നഗരത്തിന് ഒരു രാജാവുണ്ടായിരുന്നില്ലെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. ഒരു പുരോഹിതനോ ഒരു സംഘം പുരോഹിതന്മാരോ ആണ് ഭരണപരമായ ദൗത്യങ്ങൾ നിർവഹിച്ചിരുന്നത്. വക്കാപുക്ലാനയിലെ ഞങ്ങളുടെ ടൂർ അവസാനിക്കുകയാണ്. ഗൈഡിനോട് യാത്ര പറഞ്ഞു. ഓസ്വാൾഡോയുടെ കാറിൽ കയറി ഞാൻ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ്. ഇപ്പോൾ മിറാഫ്ലോറസ് നഗരഹൃദയത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൊമേഴ്ഷ്യൽ ഏരിയകളാണിത്. നിരവധി ഉദ്യാനങ്ങളും പാതകളും നടവഴികളുമെല്ലാമായി വളരെ ആസൂത്രിതമായി സജ്ജമാക്കിയ ആധുനിക നഗരഭാഗം. പെറു ഒരു സമ്പന്ന രാജ്യമല്ല എങ്കിലും ഇവിടെ എത്തുമ്പോൾ വികസിത രാജ്യമാണെന്ന് തോന്നിപ്പോകും. മനോഹരമായ കെട്ടിടങ്ങൾ, സുന്ദരമായ ലാൻഡ്സ്കേപ്പ്, ടൂറിസ്റ്റുകൾക്കായുള്ള സുവനീർ കടകളും ഇവിടെയുണ്ട്. മിറാഫ്ലോറസിൽ കുറെ മാർക്കറ്റുകളുള്ള ഒരു ഭാഗത്ത് ഞാൻ കാറിൽ നിന്നിറങ്ങി. ഇൻക പ്ലാസ എന്നറിയപ്പെടുന്ന ഒരു ഷോപ്പിംഗ് ഏരിയയാണിത്. പ്രധാനമായും ടൂറിസ്റ്റുകളെ ലക്ഷ്യമിടുന്ന ഷോപ്പിംഗ് ഏരിയ. ഇൻക പ്ലാസ പോലെ തന്നെ ഇൻക മാർക്കറ്റ്, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് സെന്റർ എന്നിങ്ങനെ ഇത്തരം വലിയ കുറെ മാർക്കറ്റുകൾ ഈ പരിസരത്തുണ്ട്. കരകൗശല വസ്തുക്കളും ആഭരണങ്ങളുമെല്ലാം വിൽക്കുന്ന മാർക്കറ്റുകൾ. ഇൻകാകളും ആൻഡിയൻ മേഖലയിലെ ഗോത്രങ്ങളും കൈകൊണ്ട് മെനഞ്ഞെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ മുതൽ സ്പാനിഷ് സംസ്കാരത്തിന്റെ മുദ്രകളായ വസ്തുക്കൾ വരെയുണ്ട്. ചുമർചിത്രങ്ങൾ ധാരാളം. അവയുടെ ഫ്രെയിം തന്നെ ഒരു കലാരൂപമാണ്. തുണിയും തുകലും ലോഹവും കല്ലുമെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ. പെയിന്റിംഗ് ഷോപ്പുകളാണ് മറ്റൊരു പ്രത്യേകത. ലാറ്റിൻ അമേരിക്കൻ കലാകാരന്മാർ വരച്ച മനോഹര ചിത്രങ്ങൾ ലഭിക്കുന്ന സ്റ്റാളുകൾ നിരവധി. മാർക്കറ്റിലൂടെ ഞാൻ കുറെ നേരം നടന്നു. ലാമയുടെ രോമം കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ വിൽക്കുന്ന കടയാണിത്. വലിയ പെയിന്റിങ്ങുകളുടെ സ്റ്റാളുകൾ ധാരാളം. പെറുവിന്റെ പ്രകൃതിയും ലിമയുടെ ഹിസ്റ്റോറിക് സെന്ററും മാച്ചുപിച്ചുവുമെല്ലാം ചിത്രങ്ങൾക്ക് വിഷയമായിരിക്കുന്നു. ചിലയിടത്ത് മതപരമായ പെയിന്റിങ്ങുകളാണ്. മിക്കതിനും കൊത്തുപണികളോട് കൂടിയ ഫ്രെയിമുകൾ. ഒട്ടേറെ ഉൽപ്പന്നങ്ങളുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് എന്നൊരു ചന്ത ഇൻക മാർക്കറ്റിന്റെ തൊട്ടെതിർവശത്തുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന പേരുണ്ടെന്നേ ഉള്ളൂ. അമേരിന്ത്യൻ ഗോത്രങ്ങളുടെ ഉൽപ്പന്നങ്ങളൊന്നുമല്ല വിൽക്കുന്നത്. എങ്കിലും അതിവിപുലമാണ് ഇന്ത്യൻ മാർക്കറ്റ്. കുറേയേറെ ഷോപ്പുകൾ. അവയ്ക്ക് നടുവിൽ ആളുകൾക്ക് വിശ്രമിക്കാവുന്ന ഇടങ്ങൾ. ഭക്തിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എവിടെയുമുണ്ട്. കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ബാഗുകൾ. നല്ലൊരു തുകയുമായി ഇവിടേക്ക് വന്നാൽ ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഏതൊരു ഉൽപ്പന്നത്തിനും വലിയ വിലയാണിവിടെ. പെറുവിലായതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുമെന്ന് കരുതേണ്ടതില്ല. മാർക്കറ്റിലൂടെ കുറെ നേരം നടന്നിട്ടും സ്റ്റാളുകളുടെ കാഴ്ച അവസാനിക്കുന്നില്ല. ഒരു വീട് ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. ഏതു വസ്തു വേണമെങ്കിലും ലഭിക്കും. സ്പാനിഷ് സ്പർശമുള്ള ചിത്രങ്ങളും ആരാധനാ സാമഗ്രികളുമെല്ലാം ഉണ്ട്. പല വലിപ്പത്തിലും ശൈലിയിലുമുള്ള പെയിന്റിങ്ങുകൾ. മിക്ക കടകളിലും നിരന്നിരിക്കുന്നത് ഒരേ തരം സാധനങ്ങൾ തന്നെയാണ്. ഗോത്ര പാരമ്പര്യത്തിൽ നിന്നുള്ള കലാവസ്തുക്കൾ ഒരു ഭാഗത്ത് നിരത്തിവച്ചിരിക്കുന്നു. ശില്പങ്ങളും മാസ്കുകളും പലതരം. മിറാഫ്ലോറസിനെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിന്റെ ഭാഗമായാണ് 2008 ഇവിടെ മാർക്കറ്റുകളുടെ ഒരു സമുച്ചയം സ്ഥാപിച്ചത്. ആർട്ടിസാൻസ് മാർക്കറ്റ്സ് ഓഫ് മിറാഫ്ലോറസ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. നഗരത്തിലെ പെറ്റിറ്റ് തോറസ്, റിക്കാർഡോ പാൽമ എന്നീ അവന്യൂകളുടെ വശങ്ങളിലായാണ് മാർക്കറ്റുകൾ. ഇത് ഇൻക മാർക്കറ്റിന്റെ കവാടമാണ്. വിലപിടിച്ച പെയിന്റിങ്ങുകൾ ഉൾപ്പെടെ വിൽക്കുന്ന ധാരാളം സ്റ്റാളുകൾ ഇവിടെയുമുണ്ട്. അവിടെ നിന്നും യാത്ര തുടരുമ്പോൾ വലതുവശത്ത് കാണുന്നത് കൂറ്റൻ സൂപ്പർ മാർക്കറ്റുകളാണ്. മിറാഫ്ലോറസിലെ സമ്പന്നരുടെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളാണത്. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് സെന്ററാണ് ഇക്കാണുന്നത്. മിറാഫ്ലോറസിന്റെ കൊമേഴ്ഷ്യൽ ഏരിയയാണ് ഇവിടമെല്ലാം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള പ്രദേശം. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിൻകാർ വീടുകൾ വെച്ച് താമസം ആരംഭിച്ച പ്രദേശമാണ് മിറാഫ്ലോറസ്.
18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും സമ്പന്നരുടെ വാസപ്രദേശമായി ഇവിടം മാറി. 19-ാം നൂറ്റാണ്ടിൽ ചിലിയും പെറുവും തമ്മിലുണ്ടായ പസഫിക് യുദ്ധത്തിനിടെ ഈ പ്രദേശം രണഭൂമിയായിരുന്നു. ചരിത്രത്തിൽ ബാറ്റിൽ ഓഫ് മിറാഫ്ലോറസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഘോരയുദ്ധം നടന്ന ഇടം. യുദ്ധത്തിൽ നഗരം കത്തിയെരിഞ്ഞു. 20-ാം നൂറ്റാണ്ടിൽ മിറാഫ്ലോറസ് ലിമയിലെ വാണിജ്യത്തിന്റെ കേന്ദ്രസ്ഥാനമായി മാറി. അതീവ സമ്പന്നർക്ക് മാത്രം സ്വന്തമാക്കാനാവുന്ന ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളുമേ ഇവിടെയുള്ളൂ. പസഫിക്കിന്റെ തീരത്തേക്കാണ് വീണ്ടും എന്റെ യാത്ര. അവിടെ മിറാഫ്ലോറസിന്റെ സുന്ദരമായ കാഴ്ചകൾ ഇനിയും ഏറെയുണ്ട്.